ഹായ്, ഗുഡ് ഈവനിങ് മക്കളെ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് പോളിനോമിയലിൻ്റെ സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേംസിൻ്റെ രണ്ട് പ്രോബ്ലംസാണ്. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്, സെക്കൻഡ് പ്രോബ്ലം ഇതാണ്. ഓക്കെ, ഇതിന് മുമ്പ് ഇത് റൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഈ പ്രോബ്ലം പോളിനോമിയൽ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു സാധനം, ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഓക്കെ, x² + 5x + 6 = 0. ഇതിൻ്റെ സീറോസ് ഓഫ് എ പോളിനോമിയൽ കാണാൻ പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക? x²ൻ്റെയും അതായത് എൻ്റെ ഇതിലുള്ള സ്ഥലത്തുള്ളതും അതേമാതിരി സിൻ്റെ പൊസിഷൻ ഇത് ബി, ഇങ്ങനെയാണ് നമ്മൾ കാണുക. എൻ്റെ വാല്യൂ ഈസ് 1 ആണ്, ബീൻ്റെ വാല്യൂ ഈസ് 5 ആണ്, സിൻ്റെ വാല്യൂ 6 ആണ്. A ഇൻറ്റു സി എത്രയാണ് കിട്ടുന്നത്? 6. അപ്പം നമുക്ക് ഈ 6 പ്രൊഡക്റ്റായിട്ടും ബി എന്ന് പറയുന്ന 5, ബിയിലുള്ള 5 സമ്മായിട്ട് വരുന്ന രണ്ട് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. സോ എന്താണ് നമുക്കിവിടെ വരിക? 5 എന്താണ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടണം, ഇൻറ്റു ചെയ്താൽ 6 കിട്ടണം. അപ്പം നമുക്കിവിടെ നോക്കാം, എല്ലാ സൈൻസും എന്താണ്? പോസിറ്റീവാണ്. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈനിൽ വലിയ കൺഫ്യൂഷനൊന്നും വരുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവാം. 3 and 2 ആണ്. 3 and 2 പ്ലസ് ചെയ്താൽ 5 കിട്ടും, പ്രൊഡക്റ്റ് ഇൻറ്റു ചെയ്താൽ 6 കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് x² + 2x + 3x + 6. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് 4 ടേംസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് 4 ടേമും ഇവിടെ എത്ര ടേമാണ്? 3 ടേംസുമാണ് ഉള്ളത്. ഓക്കെ, 4 ടേം ആൻഡ് 3 ടേംസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 4 ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് കോമൺ എടുക്കുന്നത്. 3 ടേംസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം എന്ന്. ഓക്കെ, 3 ടേംസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു സ്പ്ലിറ്റ് ദ പ്രോബ്ലം, the expression, and if there is 4 terms then it means we have to find the common. ഇനി ഇവിടെ നമുക്ക് കോമൺ എന്താണ്? x² + 2x കോമൺ x ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ x + 2 വരും. അതേപോലെ ഇവിടെ 3ഉം 6ഉം ആണുള്ളത്. അപ്പോൾ നമുക്ക് അറിയാം 3 ആണ് ഇവിടെ കോമൺ. സോ ഇറ്റ് ഈസ് x + 2. ഓക്കെ, അപ്പം നമ്മളുടെ സീറോസ് കാണേണ്ടത് x + 3ൻ്റെയും x + 2ൻ്റെയും ആണ് അല്ലേ? ഇത് രണ്ടും ഒന്നാണ്, അതുകൊണ്ട് x + 2, പിന്നെ എക്സും +3 ആണ്, x + 3. വാട്ട് ഈസ് ദ സീറോ ഓഫ് ദിസ് ഇക്വേഷൻ? ദിസ് ഇസ് x + 3 = 0, x = -3. ഹിയർ x = x + 2 = 0, x = -2. ഇതാണ് ഇതിൻ്റെ ആൽഫ. ഒന്നതിൻ്റെ ആൽഫ ആണ്, ഒന്നതിൻ്റെ ബീറ്റ ആണ്. ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം. ബട്ട് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? 4 ടേംസ് ഉള്ളൊരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓൾവേസ് ടേക്കിംഗ് ദ കോമൺ. ഓക്കെ, 4 സ്റ്റെപ്സ് ഇനിയുള്ളതിൽ അങ്ങനെയൊരു പ്രോബ്ലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി നമുക്ക് അങ്ങനെയുള്ളൊരു പ്രോബ്ലം നോക്കാം. ഇത് നോക്കൂ, ഇവിടെ 2 പ്രശ്നങ്ങളുണ്ട് നമുക്ക്. ഫസ്റ്റ് നമുക്ക് തന്നത് √3 ആണ്. പിന്നെ അതിൻ്റെയും ഈ √3 എങ്ങനെയാണ് ഇൻറ്റു ചെയ്താൽ കിട്ടുക, അതൊക്കെയാണ് ഇനി നമുക്കുള്ള ഡൗട്ട്. ഫസ്റ്റ് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡായിട്ട് ചെയ്യേണ്ടത് എപ്പോഴും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ മൈനസും എക്സും ആണുള്ളത്. നമുക്കതിനെ ഒരു സൈഡിലേക്ക് മാറ്റാം. അതായത് x² - x × √3 + 1 + √3. ഓക്കെ, ഇനി ഈ -x വെച്ചിട്ട് ഈ രണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള 2 ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? x² അല്ലേ, മൈനസ് അല്ല, സോറി, മൈനസ് ഇൻറ്റു പ്ലസ് √3 എന്ന് പറഞ്ഞാൽ -√3x. ഓക്കെ, മൈനസ് ഇൻറ്റു +1 -x ഇൻറ്റു +1 ഇസ് -x. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ള ഓപ്പൺ ചെയ്തു, +√3. ഓക്കെ, ഇനി നമ്മളുടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇത് ഇപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത്. ഇപ്പം നമുക്ക് എത്ര വേരിയബിളായി? 1 2 3 4 വേരിയബിളായി. 4 വേരിയബിളല്ല, 4 ടേംസായി. 4 ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ടു ഫൈൻഡ് ദ
കോമൺ, ഫൈൻഡ് കോമൺ. ഇനി നിങ്ങൾ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കരുത്. 4 ടേംസ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് ദ കോമൺ. ഇനി ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് വരുന്നതാണ് എക്സ് സ്ക്വയറും ഉണ്ട് എക്സും ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ എക്സ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എക്സ് മൈനസ് റൂട്ട് 3. സെയിം വേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, ഇവിടെ പ്ലസ് ആണ്, നമുക്കിവിടെ മൈനസ് ആണ്. ഇത് രണ്ടും നമുക്ക് ഈ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്കത് ഇക്വേഷൻ കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിവിടെ പ്ലസ്സിനെ നമുക്ക് മൈനസ് ആക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എന്തിനെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ പ്ലസ് മൈനസ് ആവും? മൈനസിനെ കൊണ്ട്. അപ്പം നമുക്ക് ഈ മൈനസ് എക്സിലെ മൈനസിനെ നമുക്ക് കോമൺ ആക്കിയിട്ട് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, മൈനസ് എന്ന് പറഞ്ഞാൽ -1. അപ്പം നമുക്ക് എന്താണ് ഇവിടെ കിട്ടുക? -1 ഇൻറ്റു എക്സ് അല്ലേ. ഈ +1 ആണ്, പ്ലസ് എക്സ് ആണ്, അതിനെ മൈനസ് ആക്കി. അപ്പോൾ ഇവിടെ എക്സ് കിട്ടി. ഓക്കെ, ഈ പ്ലസ്സിനെ നമ്മൾ ഇൻറ്റു ചെയ്ത സമയത്ത് നമുക്ക് എന്താണ് കിട്ടിയത്? ഇവിടെ -1നെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ മൈനസ് ഇവിടെ പ്ലസ് ആയി. ഈ പ്ലസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു മൈനസ് ആകുമ്പോൾ ഇവിടെയും മൈനസ് വന്നു, -√3. അപ്പം നമുക്ക് എക്സ് -√3. അപ്പം നമുക്ക് എന്താണ് ഇവിടെ കിട്ടുക? x-1 ഇൻറ്റു x-√3. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താണോ സൈൻ വരുന്നത് ആ സൈൻ ഇവിടെ കിട്ടണം. സോ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് സൈനിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പം നമ്മൾ അത് വെച്ചിട്ട് ബ്രാക്കറ്റിലേക്ക് ഇൻറ്റു ചെയ്യുമ്പം ഇറ്റ് വിൽ ബിക്കം പ്ലസ്. ഓക്കെ, അപ്പം മൈനസ് ഇതാണ് ഇതിൻ്റെ നമ്മളുടെ സീറോസ് കാണാനുള്ള അടുത്ത സ്റ്റെപ്പ്. -1 = 0, x = 1, x -√3 = 0, so x = +√3. This is the alpha and beta of this equation. ഓക്കെ, ഇനി അടുത്ത് ഇതേപോലെ ഒരു പ്രോബ്ലമാണ്. ബട്ട് വി ആർ വെരിഫൈയിങ് വിത്ത് കോയിഫിഷ്യൻ്റ്. ഇതിൻ്റെ കോയിഫിഷ്യൻറ്റുമായിട്ട് ഇതിനെ വെരിഫൈ ചെയ്തിട്ട് അത് ഈക്വൽ ആവുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? സെയിം വേ ആണ്, ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് എഴുതിയത്. നമുക്കതുകൊണ്ട് പോളിനോമിയൽ p(x) എന്താണെന്ന് എഴുതാം. ഓക്കെ, 2x² മൈനസ്, ഇത് ഞാൻ ഇങ്ങോട്ട് എഴുതുമ്പോൾ തന്നെ ഞാൻ ആ സ്റ്റെപ്പ് ഒഴിവാക്കുകയാണ്. മൈനസും എക്സും ഉണ്ട് അല്ലേ ഇതിൻ്റെ അകത്ത്. ഈ -(x)നെയാണ് നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത്. സോ ഞാൻ ഈ എക്സിന് ഈ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുവരികയാണ്. -x × 1 + 2√2 + √2 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ -x കൊണ്ട് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിനെയും ഇൻറ്റു ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2x² -x പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്താ വരിക? -xഉം പ്ലസും -1x അല്ലേ. -+1 ആകുമ്പോൾ -2√2x അല്ലേ. പ്ലസ് എന്താ വരിക? പ്ലസ് നമ്മളുടെ √2, ദാറ്റ് ഇസ് ഈക്വൽ ടു 0. എഗെയിൻ നമുക്ക് നോക്കാം എത്ര ടേംസ് വരുന്നുണ്ട്. 1, 2, 3, 4 ടേംസ് ഇവിടെ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇക്വേഷൻ, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ എന്താണ് ചെയ്തത്? സ്പ്ലിറ്റ് ചെയ്തതാണ്. സ്പ്ലിറ്റ് ചെയ്ത സാധനമാണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് അടുത്ത സ്റ്റെപ്പ് എന്താണ്? കോമൺ എടുക്കാം. സോ ഇവിടെ കോമൺ എന്താണ്? 2x² എക്സും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് കോമൺ എടുത്തപ്പോൾ 2x -1 കിട്ടി. സെയിം വേ ഇവിടെ എന്താണ്? പ്ലസ് ആണ്, അതുകൊണ്ട് നമ്മൾ മൈനസ് എടുത്തു. √2 ആണ് കോമൺ. √2 വെച്ച സമയത്ത് നമുക്കിവിടെ എന്താ കിട്ടിയത്? 2√2 + 1 ആണോ? 2x ഉണ്ട് അല്ലേ. x + 1 = 0. അപ്പം നമുക്ക് എന്താ കിട്ടുക? x -√2 സെയിം വേ 2x -√2 + 2x -1. ഇവിടെ മൈനസ് ആണ് വരിക. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മളിവിടെ മൈനസ് പുറത്തേക്ക് ഇട്ടു. മൈനസ് ഇൻറ്റു പ്ലസ് ഇസ് മൈനസ്. ഓക്കെ, അപ്പം 2x - = 0, 2x - 1 = 0. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ മൈനസ് ആണ് വന്നത്. സെയിം സൈനാണ് ഇവിടെ വരേണ്ടത്. അപ്പം ഓപ്പോസിറ്റ് സൈനാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പം √2 -√2 അതിൽ +√2 ആണ്. കോമൺ എടുത്തപ്പോൾ √2ൽ 1 ആണ് വരിക. മൈനസ് ഇടുമ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് = മൈനസ്. ഓക്കെ, ഇനി x -√2ൻ്റെ 0 എന്താണ് വരിക? √2 ആണ് വരിക. ഓക്കെ, 2x - 1ൻ്റെ √2 എന്താ വരിക?
2x minus 1 is equal to 0, 2x is equal to 1, x is equal to 1/2. So നമ്മളുടെ zeros എന്തൊക്കെയാണ് വന്നത്? Alpha is √2 and beta is 1/2. Okay, alpha √2, beta 1/√2. What is the relationship between alpha and beta? Alpha plus beta is equal to minus b by a. എന്താണ് alpha plus beta? Alpha is √2 plus beta is 1/2 is equal to minus of, ഇവിടെ ഇതാണ് നമുക്ക് നോക്കേണ്ടത്, minus of -1 plus 2√2 അല്ലേ, 2√2. ഓക്കെ, എന്നിട്ടോ എക്സ് നമ്മൾ എടുക്കൂല, കാരണം നമ്മൾ എക്സ് എല്ലാം എടുക്കുക, എക്സിൻ്റെ കൊയിഫിഷ്യൻ്റ് ആണല്ലോ എടുക്കുക, അതുകൊണ്ട് എക്സ് എടുക്കൂല. ഓക്കെ, 2 + √2 എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ LCM കാണാം, 2 ആണ്. ഇപ്പോൾ ഇവിടെ 1 വരും, 1 2ൽ 2, 2 × √2 is 2√2 plus 2 × 1 1 is equal to, ഇതെന്താണ്, 1 plus 2√2. 2 2ൽ എത്ര പ്രാവശ്യമാണ്? 1 ആണ്. അപ്പോൾ 1 plus 2√2 is equal to 1 plus 2√2 അല്ലേ? 2 2ൽ 1 ആണ്. സോറി, ഇതിൻ്റെ അകത്ത് ഞാൻ ഇതിനെ പിന്നെയും ഡിക്രീസ് ചെയ്യാൻ നോക്കി, അതിൻ്റെ ആവശ്യമില്ല. -b/a എഴുതിയിട്ടില്ല ഞാൻ. -b/a is what? a is 2. So it is 1 plus 2√2/2. നമുക്ക് ഇവിടെയും കിട്ടിയത് എന്താണ്? 1 plus 2√2/2 ആണ്. 1 plus 2√2/2 തന്നെയാണ് ഇവിടെയും കിട്ടിയത്. So both are same. So hence it is verified. Hence verified. Okay. ഇനി അതെന്താണ്? അടുത്തത് എന്താ വരുന്നത്? 2 ആൽഫ ഇൻറ്റു ബീറ്റ ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് വാട്ട്? ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് c/a. വാട്ട് ഇസ് ആൽഫ ഹിയർ? ആൽഫ ഇസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൽഫ ഇസ് 2√2. √2 × 1/2 is equal to c എന്താണ്? c നോക്കൂ, c ഈസ് √2/a എന്താണ്? 2 ആണ്. So √2 × 1 is √2. √2/2 is equal to √2/2. രണ്ട് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് LHS ആൻഡ് RHS ഈക്വൽ ആണ്. ഹെൻസ് ഇറ്റ് ഇസ് പ്രൂവ്ഡ് അല്ലേ? നമ്മളുടെ കോയിഫിഷ്യൻസ് നോക്കൂ. ഇതിൻ്റെ അകത്ത് കോയിഫിഷ്യൻസ് പറയുമ്പോൾ 2 ആണ്. x² എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇസ് ഓൾവേസ് ax² പ്ലസ് bx പ്ലസ് c. നമ്മളുടെ a ആണ് 2, b ആണ് -1 പ്ലസ് 2√2 ആൻഡ് c ആണ് √2. ഓക്കെ, അപ്പം ഇതും ഇതിന് തമ്മിലുള്ള റിലേഷൻ എന്താണ്? കോയിഫിഷ്യൻറ്റും നമ്മളുടെ ആൽഫ ബീറ്റ റിലേഷൻഷിപ്പ് എന്താണ്? കോയിഫിഷ്യൻറ്റിൻ്റെ അതേ ആൻസർ തന്നെയാണ്. അതായത് ആൽഫ പ്ലസ് ബീറ്റ ചെയ്തപ്പം നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി -b/a. ദാറ്റ് ഇസ് കോയിഫിഷ്യൻ്റെ ഡിവിഷൻ ചെയ്തപ്പോൾ ആൻസർ ഈക്വലായി. സെയിം വേ ആൽഫ ഇൻറ്റു ബീറ്റ ചെയ്ത സമയത്ത് c/a നമുക്ക് ഈക്വലായി കിട്ടി. ദാറ്റ് ഇസ് 2√2/2√2. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോയിഫിഷ്യൻസ്, ഇതിപ്പോൾ നമ്മൾ എന്താണ് തന്നത്? കോയിഫിഷ്യൻ്റ് തന്നിട്ട് നമ്മൾ ഇവിടെ സീറോസ് കണ്ട്, അടുത്തതിൽ നമുക്ക് സീറോസ് തന്നിട്ട് എങ്ങനെയാണ് പോളിനോമിയലിനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ഇടാം. ഓക്കെ, താങ്ക് യു.